السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب. أإذا متنا وكنا ترابا ذلك رجع بعيد. قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ. بل كذبوا بالحق لما جاءهم فهم في أمر مريج. أفلم ينظروا إلى السماء فوقهم كيف بنيناها وزيناها وما لها من فروج. والأرض مددناها وألقينا فيها رواسي شامخات وأنبتنا فيها
من كل زوج بهيج تبصرة وذكرى لكل عبد منيب. സ്നേഹ ബഹുമാനമുള്ള രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയം നിറഞ്ഞ കുട്ടികളെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാൻ അനുഭവിക്കുവാൻ മഹാഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകളാണ് ഞാനും നിങ്ങളും. ആദ്യമേ അല്ലാഹുവിൽ സ്തുതിയുള്ളവരായിരിക്കാൻ ശ്രദ്ധിക്കുക. ഒന്നുകൂടെ അല്ലാഹുവിൽ ശുക്റുള്ളവരാകണം. റമളാനിന് മുമ്പ് നമ്മുടെ കൂടെയുണ്ടായിരുന്ന പല ആളുകളും ഇങ്ങനെ നോമ്പനുഷ്ഠിച്ച് അല്ലാഹുവിൻ്റെ ആരാധനാലയങ്ങളുമായി അടുത്ത് ഇടപഴകി പ്രാർത്ഥനയിൽ മുഴുകി നമ്മെപ്പോലിരിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ. അവരിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹു എന്നെയും നിങ്ങളെയും കണക്കാക്കി. അതുകൊണ്ട് കൂടുതൽ സ്തുതിയുള്ളവരാവും. ഇനിയും അങ്ങനെ റമളാനിനെ അഭിമുഖീകരിക്കാൻ സാധിച്ചിട്ടും ഇന്ന് നമ്മെപ്പോലെ ഇവിടെ വന്നിരിക്കാനോ പള്ളികളിൽ വരാനോ ആരാധനാകർമ്മങ്ങളിൽ കാര്യമായി മുഴുകാനോ സാധിക്കാത്ത രോഗമായി കിടക്കുന്ന ഒരുപാട് ആളുകൾ, അവരിൽ നിന്നും വ്യത്യസ്തമായി അല്ലാഹു എന്നെയും നിങ്ങളെയും കണക്കാക്കി. കൂടുതൽ സ്തുതിയും ശുക്രുമുള്ളവരാകാൻ ശ്രദ്ധിക്കുക. രാവിലെ മുതൽ ഇതുവരെ ഒരുപാട് ക്ലാസ്സുകൾ കേട്ട് ഇരിക്കുകയാണ്. പൈതാഹം അനുഭവിച്ചാണ് ഇരിക്കുന്നത്. ക്ഷീണമുണ്ട്. പറയുന്ന എനിക്കും ക്ഷീണം ഞാൻ അനുഭവപ്പെടുന്നുണ്ട്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ പറയുക എന്നത് പ്രത്യേകിച്ച് പരിശുദ്ധ റമളാനിൽ ഏറെ പ്രതിഫലാർഹമാണല്ലോ. അഖ്സം ഇബ്നു ഖൈസ് എന്ന ഒരു ഗോത്രത്തലവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കാനിടയായപ്പോൾ പ്രവാചകനെ കൂടുതൽ അറിയാൻ രണ്ട് ദൂതന്മാരെ പ്രവാചകന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയുണ്ടായി. അവർ ഇരുവരും പ്രവാചകന്റെ അടുത്ത് ചെന്ന് ചോദിക്കേണ്ട 2 ചോദ്യങ്ങളും അവരെ ബോധ്യപ്പെടുത്തി. ഒന്ന്, പ്രവാചകരെ അല്ലെങ്കിൽ മുഹമ്മദ് താങ്കൾ ആരാണ് എന്ന്. രണ്ടാമത്തെ ചോദ്യം, മുഹമ്മദ് താങ്കൾ എന്താണ് എന്ന്. ഈ 2 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കേട്ട ശേഷം വേണം തുടർ നടപടികൾ സ്വീകരിക്കാൻ. അഖ്സം ഇബ്നു ഖൈസ് പറഞ്ഞയച്ച ദൂതന്മാർ ഇരുവരും പ്രവാചക സവിധത്തിലെത്തുകയും പ്രവാചകരോട് വിഷയം പറഞ്ഞ് ചോദ്യം 1 ചോദിക്കുകയും ചെയ്തു. പ്രവാചകരെ താങ്കൾ ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി നൽകി, അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ് എന്ന്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, മുഹമ്മദ് താങ്കൾ ആരാണ്? ആ സമയത്ത് അദ്ദേഹം അതിന് പ്രത്യുത്തരം നൽകിയത്, അന അബ്ദുല്ലാഹു വ റസൂലുഹു, ഞാൻ അല്ലാഹുവിൻ്റെ അടിമയും അവൻ്റെ ഒരു ദൂതനുമാകുന്നു എന്ന്. ഈ 2 ഉത്തരങ്ങളും കേട്ട് തിരിച്ചു പോകാൻ ഒരുങ്ങവേ പ്രവാചകൻ അവരെ അവിടെ നിർത്തിയിട്ട് വിശുദ്ധ ഖുർആനിലെ 90-ാം അധ്യായം 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ സൂക്തം അവരെ കേൾപ്പിച്ചു. അവരെ പ്രവാചകൻ ഓതി കേൾപ്പിക്കുകയായിരുന്നു. ആ സൂക്തം കേട്ടപ്പോൾ ഇരു ദൂതന്മാരും പ്രവാചകന്റെ മുമ്പിൽ നിലയുറപ്പിക്കുകയും, പ്രവാചകരെ, ആ സൂക്തം ഞങ്ങളെ ഒരുപാട് തവണ ഓതി കേൾപ്പിച്ചാലും ഞങ്ങളത് ഇനിയും കേൾക്കട്ടെ എന്നാവശ്യപ്പെടുകയും ചെയ്തു. അവർ ഇരുവരും അവിടെ നിന്ന് തിരിച്ചു ചെന്ന് തലവന്റെ നേതാവിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, ഞങ്ങൾ മുഹമ്മദിന്റെ അടുത്ത് പോയി, മുഹമ്മദിന്റെ അടുത്ത് നിന്ന് ഇന്ന കാര്യങ്ങൾ കേട്ടു, അവിടെ വെച്ചൊരു വചനം പഠിക്കാൻ കഴിഞ്ഞു,
ഇതെല്ലാം പറഞ്ഞ് അഖ്സം ഇബ്നു ഖൈസ് ഇസ്ലാം സ്വീകരിക്കുകയും ഇരു ദൂതന്മാരോടും അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു, മുഹമ്മദ് വ്യാജനല്ല, ഇത് മുഹമ്മദ് കെട്ടിച്ചമച്ചതല്ല, മുഹമ്മദ് പറയുന്ന കാര്യങ്ങൾ തീർത്തും ശരിയാണ്, ഇത് അവന് ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്നതാണ്. നിങ്ങൾ മുഹമ്മദിൽ വിശ്വസിക്കുക, മുഹമ്മദ് കൊണ്ടുവന്ന ആദർശത്തിന്റെ തലകളാവുക, അതിന്റെ വാലുകളാവാതിരിക്കുക. സഹോദരങ്ങളെ, സഹോദരികളെ, ആ വചനം 16-ാം അധ്യായം സൂറത്തുൽ നഹ്ലിലെ വചനം ഇതായിരുന്നു: ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. സ്വാഭാവികമായും രണ്ട് ഘടകങ്ങൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണമായിരുന്നു. രണ്ടാമത്തേത്, ഈ വചനത്തിന്റെ ആശയതലങ്ങൾ അവരുടെ ഹൃദയസ്പർശിയായി മാറി എന്നതാണ്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് സംസാരിക്കാനുള്ളത് ഈ രണ്ട് മേഖലകളാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, ശത്രുനിരയിലെ, ഇസ്ലാമിന്റെ ശത്രുനിരയിലെ പ്രമുഖനായിരുന്ന വലീദ് ഇബ്നു മുഗീറ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആൻ പാരായണവും അധ്യാപനവും കേൾക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സജദയായിരുന്നു അദ്ദേഹം കേട്ടത്. ഈ സൂറത്ത് പഠനം, പാരായണം കേട്ട് തിരിച്ച് തന്റെ സഹോദരന്മാർക്കിടയിൽ ചെന്നിട്ട്, അനുയായികൾക്കിടയിൽ ചെന്ന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ചില വചനങ്ങൾ കേട്ടു, അത് മുഹമ്മദ് നിർമ്മിച്ചതല്ല, അത് മനുഷ്യ നിർമ്മിതമല്ല, അത് ജിന്ന് നിർമ്മിതവുമല്ല. അതിന് പ്രത്യേകമായ ഒരു പാരായണമുണ്ട്, അതിന് പ്രത്യേകമായ ഒരു മാധുര്യമുണ്ട്, അത് മറ്റെന്തിനേക്കാളും മികച്ചു നിൽക്കുന്നു എന്ന്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ശത്രുനിരയിലെ പ്രധാനി പറയുന്ന ഒരു വർത്തമാനം. സമാനമായ ഒരു കവിതാഭാഗമുണ്ട്, അറബി കവിതാഭാഗമുണ്ട്. അല്ലാഹു അക്ബറു ഇന്ന ദീന മുഹമ്മദിൻ വകിതാബഹു അഹ്ദാ വഅഖ്വമു ഖീലാ ലാ തദ്കുറുൽ കുതുബസ് സവാലിഫ ഇൻദഹു طلع الصباح فأطفأ القنذيلا الله أكبر إن دين محمد وكتابه. തീർച്ചയായും മുഹമ്മദ് നബിയിലൂടെ ലഭിച്ചിട്ടുള്ള ഈ പരിശുദ്ധ ഇസ്ലാം മതവും മുഹമ്മദ് നബിയിലൂടെ ലഭിച്ചിട്ടുള്ള അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും തന്നെയാണ് അഹ്ദാ വഅഖ്വമു ഖീലാ, പറയപ്പെടാൻ, പ്രസ്താവിക്കാൻ ഏറ്റവും യോഗ്യമായ ഒരു ഗ്രന്ഥം. നാലാളെ മുമ്പിൽ, ഒരു സമൂഹത്തിന്റെ മുമ്പിൽ, ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും യോഗ്യതയുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ, മതമാണ് പരിശുദ്ധ ഇസ്ലാം. എന്നിട്ട് അദ്ദേഹം ചേർത്ത് പറയുന്നത്, ലാ തദ്കുറുൽ കുതുബസ് സവാലിഫ ഇൻദഹു, മറ്റ് വേദഗ്രന്ഥങ്ങളെയൊന്നും അല്ലെങ്കിൽ മുൻ കഴിഞ്ഞ ഗ്രന്ഥങ്ങളെയൊന്നും മറ്റൊരു പുസ്തകങ്ങളെയും നിങ്ങൾ വിശുദ്ധ ഖുർആനിനോട് ചേർത്ത് വെക്കല്ലേ, ചേർത്ത് പറയല്ലേ. കാരണം ഒരു പ്രകൃതി തത്വമുണ്ട്, നേരം വെളുത്താൽ മെഴുകുതിരിയെ അത് കെടുത്തും, അഥവാ നേരം വെളുത്താൽ ലൈറ്റ് അണയ്ക്കണം. വിശുദ്ധ ഖുർആനാകുന്ന വെളിച്ചത്തെ സംബന്ധിച്ച് അവിടെ വിശദീകരിക്കുകയാണ് കവി. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പരിചയപ്പെട്ടിരുന്നിട്ടില്ലാത്ത ഒരു സഹോദരൻ, ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോ പെൺകുട്ടി പാട്ട് പാടുന്നത് കേൾക്കുകയാണ്. ആ പെൺകുട്ടിയുടെ പാട്ടിന്റെ മാധുര്യത്തിൽ വശപ്പെട്ട് ഇദ്ദേഹം പറഞ്ഞു, പ്രതികരിച്ചു, ഗംഭീരമായിട്ടുണ്ട് മോളെ ഈ പാട്ട്,
എത്ര ആസ്വാദ്യകരമാണ് പാട്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചപ്പോ പെൺകുട്ടി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: അങ്ങനെയല്ല, അങ്ങനെ പറയരുത്. വിശുദ്ധ ഖുർആൻ യാതൊരു സാഹിത്യ ഭാഗത്തെയും വിട്ടുപോയിട്ടില്ലല്ലോ. ആ വിശുദ്ധ ഖുർആനിനെ പോലെ ഇതിന് ഭംഗിയുണ്ടാവില്ല. ഞങ്ങളുടെ പാട്ടുകളൊക്കെ കേവലം ധൂളികളല്ലേ എന്ന ആശയം പറഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു, വിശുദ്ധ ഖുർആനോ? അതെന്താണ്? ഞാനത് കേട്ടിട്ടില്ലല്ലോ, ഞാനത് പരിചയപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോഴാണ് ആ പെൺകുട്ടി വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തം അദ്ദേഹത്തെ കേൾപ്പിച്ചു എന്നാണ് ചരിത്രം. ഈ വചനം കേട്ട അദ്ദേഹത്തിന് മനസ്സിൽ വല്ലാത്ത മാറ്റമുണ്ടാവുകയാണ്. അദ്ദേഹം ഒരുപാട് തവണ അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഈ വചനം ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതുപോലൊന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്ന്. അതിന്റെ ആ ഒരു അത് സ്പർശിക്കുന്നതിനെ സംബന്ധിച്ച്, ഹൃദയസ്പർശിയായതിനെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു, അത്ഭുതപ്പെടുകയായിരുന്നു. ശത്രുനിരയിൽപ്പെട്ട പ്രവാചകന്റെയും വിശുദ്ധ ഖുർആനിന്റെയും ഇസ്ലാമിന്റെ ശത്രുനിരയിൽപ്പെട്ട പ്രധാനികളായ 3 പേർ, അബൂ സുഫിയാനും അബൂജഹലും അഖ്നസും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ ലേണിംഗ് നടക്കുന്ന സ്കൂളിലേക്ക് ചെല്ലുകയാണ്. ആരും അറിയാതെ വിശുദ്ധ ഖുർആൻ കേൾക്കരുതെന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 3 പേർ, മൂവർ സംഘം. അവർ പ്രവാചകന്റെ QLSിലേക്ക് കടന്നു ചെല്ലുകയാണ്. അന്നുകൊണ്ട് QLS, ദാറുൽ അർഖമിൽ വെച്ച് പ്രവാചകൻ ഖുർആൻ ലേണിംഗ് നടത്തുന്ന സ്ഥലമാണ്. പ്രവാചകൻ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പാർത്തിരുന്ന് കേൾക്കാൻ, ഒളിഞ്ഞിരുന്ന് കേൾക്കാൻ പോയതാണ്. 3 പേർക്കും അറിയില്ല, എനിക്കറിയില്ല, അബൂ സുഫിയാൻ അറിയില്ല അബൂ ജഹലും അഖ്നസും അവിടെ വന്നിരിക്കുന്നു എന്നത്. അബൂ ജഹലിന് അറിയില്ല അഖ്നസും അബൂ സുഫിയാനും ഉള്ളത്. ഇങ്ങനെ 3 പേർക്കും പരസ്പരം അവിടെയുള്ളത് ധാരണയില്ല, ഒളിഞ്ഞു കേൾക്കുകയാണ്. പക്ഷേ സംഗതി വശാൽ കള്ളി വെളിച്ചത്തായി. ഇവർ കണ്ടുപോയി. കണ്ടതോടുകൂടെ പ്രശ്നം വഷളായി. നമ്മളിത് കേൾക്കാൻ പാടില്ല, ഇവിടെ സംബന്ധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളല്ലേ, നമ്മൾ പങ്കെടുത്താലോ പ്രശ്നം. അതോടുകൂടെ 3 പേരും തീരുമാനമെടുത്തു, ഇനി നമ്മൾ ആരും പോവാൻ പാടില്ല എന്ന്. പക്ഷെ വീണ്ടും അവർക്ക് തിരിച്ചു ചെന്ന സമയത്ത് ഒരു സംശയം അബൂ സുഫിയാന്, ഞാൻ അറിയാതെ അഖ്നസും അബൂജഹലും പോയാലോ? അബൂ ജഹലിനൊരു സംശയം, ഞാൻ അറിയാതെ അബൂ സുഫിയാനും അഖ്നസും പോയാലോ? ഇങ്ങനെ 3 പേർക്കും സംശയമുണ്ടായി. 3 പേരും വീണ്ടും ദാറുൽ അർഖമിലേക്ക് ലക്ഷ്യം വെച്ച് പോയി. അവിടെ വെച്ച് നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ആവർത്തിക്കുകയായിരുന്നു. അവർ കണ്ടുമുട്ടേണ്ടി വന്നു. വെളിച്ചത്തായി, പ്രശ്നം വഷളായി. അവർ തീരുമാനമെടുത്തു, വീടിന് പരസ്പരം കാവല് നിൽക്കണം, ഇത് ശരിയാവൂല, കേൾക്കാൻ പറ്റൂല എന്ന്. ഏതായിരുന്നാലും സഹോദരികളെ, ഞാൻ ചരിത്രം പറഞ്ഞു ദീർഘിപ്പിക്കുകയല്ല. എന്താണ് ഈ വിശുദ്ധ ഖുർആനിന്റെ ഈ സാധ്യതയുടെ രഹസ്യമെന്നാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ആലോചിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിന്റെ ഈ ഒരു സാധ്യതയുടെ, നേരത്തെ ജാബിർ മൗലവി സൂചിപ്പിച്ചതുപോലെ, എത്ര മോശമായ കാര്യങ്ങളിൽ മുഴുകിപ്പോകുന്ന, അധാർമികതയിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആളുകളും വിശുദ്ധ ഖുർആനിനെ എതിർത്ത് സംസാരിക്കാൻ അവർക്ക് സാധ്യമായിട്ടില്ല. ഇവരെക്കാളൊക്കെ ശക്തന്മാരായിരുന്ന ആളുകളെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഭാഷാപരമായും എല്ലാ നിലക്കും ഉന്നതിയിൽ നിൽക്കുന്ന, അങ്ങേയറ്റം തിന്മകളിൽ മുഴുകിയിരുന്ന ഒരു സമൂഹം, അവർ വിശുദ്ധ ഖുർആനിനെ വീണ്ടും വീണ്ടും ചെന്ന് നോക്കുകയാണ്. ആരും അറിയാതെയെങ്കിലും അത് കേൾക്കാൻ അവരുടെ മനസ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ സാധ്യതയുടെ രഹസ്യം എന്ന് അല്പമൊരു ചിന്തയാണ് എനിക്കും നിങ്ങൾക്കും ഇപ്പോൾ നടത്താനുള്ളത്. എന്താണ് ഈ ആകർഷണീയതയുടെ രഹസ്യം? ഞാനും നിങ്ങളും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വർഷങ്ങളായി, 60-70 വർഷമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. പക്ഷേ ഇതുവരെ വിശുദ്ധ ഖുർആൻ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയാതിരുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കേവലം ഒരു പാരായണമായി, അല്ലെങ്കിൽ ഒരു ഓടിപ്പോവൽ, അല്ലെ, ഓടിപ്പോവുക എന്നത് അക്ഷരമൊന്ന് മാറ്റി പറയാം. ഞാനിങ്ങനെ ഓടിപ്പോവുകയാണ്, എന്നും രാത്രിയിൽ മഗ്‌രിബിന് ശേഷം ഓടി അങ്ങനെ പോവുകയാണ്. ഖുർആൻ ഖത്തം തീർക്കുക എന്ന് പറയും, പ്രയോഗം തന്നെ തെറ്റാണ്. ഖത്തം എന്ന് പറഞ്ഞാൽ തന്നെ തീർക്കുക എന്നാണ്. ഖത്തം തീർക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ പരിപാടി ഇല്ലാന്നാ. ഏതായാലും ഖത്തം ചെയ്തുകൊണ്ടിരിക്കുക എന്ന ഒരു രീതിയുണ്ട്.
ആ ഒരു രീതിയിൽ മാത്രം ഒതുങ്ങുന്നതിലപ്പുറം വിശുദ്ധ ഖുർആനിനെ കുറിച്ച് വരികൾക്കിടയിലൂടെ വായിച്ചു പോകുന്ന, അതിലൂടെ ആസ്വാദനവും മാധുര്യവും അനുഭവിക്കാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട്? എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിന്റെ ആസ്വാദനം ലഭിക്കുന്നത്, മാധുര്യം അനുഭവിക്കാൻ കഴിയുന്നത്? പ്രധാനമായും 2 ഘടകങ്ങളാണ് ഉള്ളത് എന്ന് ചുരുക്കി ഞാൻ വിശദീകരിക്കുന്നു. 2 ഘടകങ്ങൾ പ്രധാനമായും വിശുദ്ധ ഖുർആൻ ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട 2 ഘടകങ്ങൾ. ഒന്ന്, അത്തിലാവതു മഅ മുറാഅത്തി ഖവാനീനി തജ്വീദ്. വിശുദ്ധ ഖുർആൻ പാരായണത്തിന് കൃത്യമായ, പ്രവാചകന് ജിബ്രീൽ ഓതിക്കൊടുത്തത് അടിസ്ഥാനത്തിൽ, പ്രവാചകൻ സഹാബത്തിന് ഓതിക്കൊടുത്തത് അടിസ്ഥാനത്തിൽ, അതിൽ നിന്ന് പണ്ഡിത സമൂഹം മനസ്സിലാക്കിയത് അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള, പഠിപ്പിക്കപ്പെടുന്ന ഒരു ശാസ്ത്രമുണ്ട്, പാരായണ ശാസ്ത്രമുണ്ട്. ആ വിശുദ്ധ ഖുർആൻ പാരായണ ശാസ്ത്രമനുസരിച്ച് കൃത്യമായ അക്ഷരസ്ഫുടതയോടുകൂടെ പാരായണം ചെയ്യുമ്പോൾ ആസ്വാദനത്തിന്റെ ഒരു ഭാഗം ലഭിക്കും. ഒരുപക്ഷെ ഭംഗിയായി വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പാരായണം ചെയ്യുന്ന ഒരു ഇമാമിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ വെമ്പൽ കൊള്ളുന്ന ആളുകളാണ് നമ്മൾ പല ആളുകളും. നമ്മുടെ മഹല്ലിൽ നിന്ന് നമസ്കരിക്കാതെ ഏറ്റവും ഭംഗിയായി ഈണത്തോടുകൂടെ, ശബ്ദമാധുര്യത്തോടുകൂടെ പാരായണം ചെയ്യുന്ന ഇമാമ് തൊട്ടപ്പുറത്തൊരു പള്ളിയിലുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ അങ്ങോട്ട് മാറും. കാരണം അത് എത്ര നീണ്ടു ഓതിയാലും ശരി അവിടെ നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടാകും. അത് വിശുദ്ധ ഖുർആനിന്റെ ആസ്വാദനത്തിന് കാരണമാകുന്ന ഒന്നാമത്തെ ഘടകമുള്ളത് കൊണ്ടാണ്. കൃത്യമായും ശബ്ദമാധുര്യത്തോടെ നിയമം പാലിക്കപ്പെട്ടുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ അതുണ്ടാകും. രണ്ടാമത്തെ ഘടകം അൽ ഫഹ്മു ബിമആനി. വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങളുടെ ആശയതലം മനസ്സിലാക്കാൻ കഴിയുക എന്നതാണ്. നേരത്തെ 2 ദൂതന്മാർ, അഖ്സം ഇബ്നു ഖൈസ് പറഞ്ഞയച്ച ദൂതന്മാർക്ക് പെട്ടെന്നുണ്ടായ മാനസാന്തരത്തിന്റെ കാരണം അവർക്ക് ഭാഷയറിയാം. പ്രവാചകനിൽ നിന്ന് കിട്ടുന്ന ഒന്നാമത്തെ ആസ്വാദന ഘടകമായ പാരായണത്തിനപ്പുറത്ത് ആശയം കൂടെ മനസ്സിലേക്ക് കയറിയപ്പോ അവർക്ക് വലിയ മാറ്റമുണ്ടാവുകയായിരുന്നു. വിശുദ്ധ ഖുർആൻ കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ട് നമുക്ക് ഒരു മാറ്റം കാണുന്നില്ല. ഈ 2 ഘടകങ്ങളെ പാലിക്കുമ്പോൾ ഒന്നാമത്തെ ഘടകത്തെ കുറിച്ച് ആദ്യം സംസാരിക്കാം. തജ്വീദുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയവും ഗൗരവവുമായ 2 സൂക്തങ്ങൾ. ഒന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുസ്സമ്മിലിലെ വചനമാണ്. സൂറത്ത് മുസ്സമ്മിൽ അല്ലാഹു വിശദീകരിച്ചത് വറത്തിലിൽ ഖുർആന തർതീലാ. നീ വിശുദ്ധ ഖുർആനിനെ അതിന്റെ സാവകാശ ക്രമത്തിലാണ് പാരായണം ചെയ്യേണ്ടത്. അതിന് അതിൻ്റെതായ ഒരു ക്രമമുണ്ട്, ഒരു വേഗതയുണ്ട്. ആ വേഗതയിൽ നീ വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യണം. തർത്തീലായി നീ വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യണം. രണ്ടാമത്തെ വചനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. പ്രവാചകൻ പറഞ്ഞു, സയ്യിനുൽ ഖുർആന ബി അസ്വാതികും. നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് ഭംഗിയാക്കണം, അലങ്കരിക്കണം. സഹോദരങ്ങളെ, നമുക്ക് പല ശബ്ദമുണ്ട്. ഞാൻ ചിരിക്കുമ്പോഴുള്ള ശബ്ദമല്ല ഞാൻ കരയുമ്പോഴുള്ള ശബ്ദം. ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോഴുള്ള ശബ്ദമല്ല ഒരുപക്ഷെ ഞാൻ പ്രഭാഷണം നടത്തുമ്പോഴുള്ള ശബ്ദം. ഞാൻ ചെറിയ ഒരു കുട്ടിയോട് സംസാരിക്കുമ്പോഴുള്ള ശബ്ദമല്ല പ്രായം ചെന്ന ഒരു ഉമ്മയോടോ ഉപ്പയോടോ സംസാരിക്കുമ്പോൾ. ഞാൻ എൻ്റെ സഹധർമ്മിണിയോട് സംസാരിക്കുന്നത് പോലെയല്ല മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴുള്ള ശബ്ദം. ദേഷ്യപ്പെട്ട് പറയുമ്പോഴും സന്തോഷത്തോടെ പറയുമ്പോഴും സങ്കടത്തോടെ പറയുമ്പോഴും ഒക്കെ ശബ്ദ വ്യത്യാസമുണ്ട്. ഒരു സംഗീതാധ്യാപകൻ തന്റെ പഠിതാക്കൾക്ക് മുമ്പിൽ ഒരു പാട്ടിന്റെ വരികൾ എഴുതാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുമ്പോഴുള്ള ശബ്ദമല്ല അതിന് ശേഷം അദ്ദേഹം പാടിക്കൊടുക്കുമ്പോഴുള്ള ശബ്ദം. സംഗീതാധ്യാപകൻ കുട്ടികളുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നു, മാളികപ്പൻ തട്ടിലേറി മതിച്ചു സുഖിച്ചു വാഴും മനുഷ്യ, നിന്റെ മനസ്സിലൊരു ഓർമ്മ വേണം. മലക്കുൽ മൗത്ത് അസ്റായിലെത്തും ഓർമ്മ വേണം. ഇത് പറഞ്ഞു കൊടുത്തു ആ ശബ്ദത്തിൽ. എന്നിട്ടത് പാടിക്കൊടുക്കുന്ന സമയത്ത് ഇതേ ശബ്ദത്തിലാണ് പാടിക്കൊടുക്കുന്നതെങ്കിൽ പഠിതാക്കളുടെ എണ്ണം കുറയും, താല്പര്യം കുറയും. നേരെ മറിച്ച് അദ്ദേഹം അതിന് നല്ല ശബ്ദമെടുത്തുകൊണ്ട് മാളികപ്പൊൻ തട്ടിലേറി മതിച്ചു സുഖിച്ചു വാഴും മനുഷ്യനിന്റെ മനസ്സിലൊരു ചിന്ത വേണം.
മലക്കുൽ മൗത്ത് അസ്റായിലെത്തും ഓർമ്മ വേണം. 6 അടി മണ്ണിലാണ് വാസം, അന്ന് പള്ളിക്കാട്ടിലാണ് താമസം. മാളിക പൊൻ തട്ടിലേറി മതിമതിച്ചു സുഖിച്ചു വാഴും മനുഷ്യനുണ്ട് മനസ്സിലൊരു ചിന്ത വേണം. മലക്കുൽ മൗത്ത് അസ്റായിലെത്തും ഓർമ്മ വേണം. ഒരുപക്ഷേ ഞാൻ ഈ പാടിയതിനേക്കാൾ ഈണത്തിൽ നല്ല ശബ്ദമാധുര്യത്തോടുകൂടെ മറ്റൊരു ആൾ പാടുമ്പോ ഉണ്ടാകുന്ന വ്യത്യാസം വേറെയുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതിനപ്പുറം പറഞ്ഞ സമയത്ത് നിങ്ങളുടെ വീടിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവില്ല, ഖബറിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ പാടിയപ്പോ പല ആളുകളും തങ്ങളുടെ വീടിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാകും. ആ മാളികക്കുള്ളിൽ ഞാൻ എങ്ങനെ കിടന്നുറങ്ങും, എന്റെ ഖബറിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നാലോചിച്ചിട്ടുണ്ടാകും. അത് ശബ്ദമാധുര്യത്തിന്റെയും ഈണത്തിന്റെയും സവിശേഷതയാണ്. വിശുദ്ധ ഖുർആൻ അതുപോലെ പാരായണം ചെയ്തു കൊടുക്കുമ്പോൾ അത് കേൾക്കുന്ന ശ്രോതാവിന് അതിനോട് അടുപ്പമുണ്ടാവുകയും അതെന്തെന്നറിയാനുള്ള ജിജ്ഞാസയുണ്ടാവുകയും ചെയ്യും എന്നത് കൃത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകനെ പരിചയപ്പെടുത്തിയെടുത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അത് വായിച്ചു കൊടുക്കുകയായിരുന്നില്ല പ്രവാചകൻ ആദ്യം ചെയ്തത്. യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം. പ്രവാചകൻ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ ആദ്യം ആ സമൂഹത്തിന് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. വചനങ്ങൾ ഓതി കേൾപ്പിച്ചിട്ട് അവർക്ക് അതിലൂടെ സംസ്കരണം നടത്താൻ പ്രവാചകൻ ശ്രദ്ധിച്ചു എന്നതാണ്. നാം പലപ്പോഴും ഓതിക്കൊടുക്കുന്ന രീതിയേ ഇല്ല. നാം ഏതെങ്കിലും ഒരു പ്രഭാഷകന്റെയോ ഏതെങ്കിലും ഒരു ഗ്രന്ഥകാരന്റെയോ ഗ്രന്ഥത്തിലെയോ പ്രഭാഷണത്തിലെയോ ഒരു 2 വാചകമെടുത്ത് ആ കോട്ടിങ്സ് സ്പീഡിൽ ഉദ്ധരിക്കുന്നത് പോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞ ഒരൊറ്റ അടിയ ഒരായത്ത് വിശുദ്ധ ഖുർആൻ ഭംഗിയായി എഴുതി ചേർത്തിട്ടുള്ള വചനങ്ങൾ പല പ്രാസംഗികന്മാരും യാതൊരു വിശുദ്ധ ഖുർആനിനോടുള്ള സ്നേഹവും കാണിക്കാതെ മഹത്വം കാണിക്കാതെ അടിച്ചുവിട്ട് പറഞ്ഞു ചൊല്ലിപ്പോകുന്നത് ഒരിക്കലും ശരിയായ രീതിശാസ്ത്രമല്ല എന്ന് വിശുദ്ധ ഖുർആനിലെയും പ്രവാചകന്റെ വചനവുമായ ഈ 2 വചനങ്ങളിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടാൻ സാധിക്കണം. സഹോദരങ്ങളെ, സഹോദരികളെ, ഇബ്നുൽ ജുസ്രി എന്ന മഹാപണ്ഡിതൻ തജ്വീദുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിന്റെ പാരായണവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയ 2 വരികൾ ശ്രദ്ധേയമായി ഇങ്ങനെ കാണാം. وَيُقْرَأُ الْقُرْآنُ بِالتَّحْقِيقِ مَا حَذْرٍ وَتَدْوِيرٍ وَكُلِّ مُتَّبِعٍ مَا حُسْنِ صَوْتٍ بِلُحُونِ الْعَرَبِيِّ مُرَتِّلًا مُجَوِّدًا بِالْعَرَبِيِّ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടേണ്ടത് അറബി ഭാഷയിലാണ് എന്ന്. മലയാളികളായ ആളുകൾ വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടത് അറബി ചുവയിൽ അറബി ഉച്ചരിക്കാൻ കഴിയുന്ന ആളുകളുടെ ഭാഷയിൽ നിന്ന്, അവരിൽ നിന്ന് അങ്ങനെ വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കി തർത്തീലോടുകൂടെ ശബ്ദമാധുര്യത്തോടുകൂടെ അതിന്റെ വേഗതയിൽ മാത്രമാണ് എന്ന്. പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ തജ്വീദ് പഠിക്കാൻ വലിയ പ്രയാസാണ് എന്ന്. 2 തെറ്റിദ്ധാരണകളാണ്. ഒന്ന്, തജ്വീദ് അത് അത്ര ഒന്നും ശ്രദ്ധിക്കേണ്ടതില്ല എന്ന്. അങ്ങനെ ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ട്. അല്ലെങ്കിൽ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് പല ആളുകളും, പണ്ഡിതന്മാരടക്കം അതിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പായി ഞാൻ മനസ്സിലാക്കുന്നു. തജ്വീദ് അത്ര പ്രാധാന്യമൊന്നുള്ള ഒരു വിഷയമൊന്നുമല്ല. അതങ്ങ് ഓതിയാൽ മതി, അത് പ്രചരിപ്പിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഉബൈദത്തുൽ മുലൈക്കി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ ഖുർആനിനെ തലയിണയാക്കരുത്, നിങ്ങൾ അതിനെ രാത്രികളിൽ രാപ്പകലുകളിൽ പാരായണം ചെയ്യണം. തൊട്ടടുത്ത് വിശദീകരിച്ചത് നിങ്ങൾ അത് പ്രചരിപ്പിക്കുകയും ഭംഗിയായി പാരായണം ചെയ്യുകയും വേണം എന്നാണ്. 4 ആളുടെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുവെങ്കിൽ പാരായണം ചെയ്യുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കണം. വള്ളിപുള്ളികൾ മാത്രമല്ല, അക്ഷരങ്ങളിൽ തെറ്റുണ്ടായിക്കൊണ്ട് ഒരു സമൂഹത്തിന്റെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കരുത്. അത് വിശുദ്ധ ഖുർആനായി പരിഗണിക്കപ്പെടുക പോലും ഇല്ല എന്നാണ്. വിശദീകരിക്കാം.
ഈലാഹുൽ മുഫീദ് ഫി അഹ്കാമി തജ്വീദ് എന്ന ഗ്രന്ഥത്തിൽ ഗ്രന്ഥകാരൻ വിശദീകരിക്കുന്ന സങ്കടകരമായ ഒരു വിഷയമുണ്ട്. അദ്ദേഹത്തിന്റെ വിഷമം അദ്ദേഹം ഗ്രന്ഥത്തിൽ കുറിക്കുകയാണ്. അതിങ്ങനെ ശ്രദ്ധിക്കാം നമുക്ക്. നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നു, നമ്മുടെ ഹൃദയത്തിന് വല്ലാതെ വിഷമമുണ്ടാക്കുന്ന കാര്യമുണ്ട്. എന്താണെന്നല്ലേ? അന്ന അക്സറൻ നാസിൽ യൗമ, ഇന്ന് ഏറെക്കുറെ ആളുകൾ തന്നെയും ഹത്തൽ ഖുതബാ, എത്രത്തോളം പ്രാസംഗികന്മാരായ ആളുകൾ വരെ, വഅഇമ്മത്തുൽ മസാജിദ്, പള്ളികളിലെ പല പള്ളികളിലെയും ഇമാമുമാരടക്കം, വൽ മുദർരിസീൻ, കുട്ടികളെ ഖുർആനടക്കം പഠിപ്പിക്കുന്ന അധ്യാപകർ ഒന്നടങ്കം പലരും, അല്ലദീന നാലു ഷഹാദത്തുൽ ആലിയ, മാത്രമല്ല നാലു ഷഹാദത്തുൽ ആലിയ ഫിൽ ഫുനൂനിൽ മുഖ്തലിഫ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ ഭൗതിക തലത്തിലെ ഒരുപാട് മേഖലകളിൽ സർട്ടിഫിക്കറ്റുകൾ നേടിയിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ഖതീബമാരും അങ്ങനെയുള്ള ഇമാമുകളും അങ്ങനെയുള്ള മുദർരിസീങ്ങളും ഒക്കെ വിശുദ്ധ ഖുർആനിനെ കാണുന്നത് അൽ മഖ്സൂറൂന ഫീ അദാഇ ഹാദൽ വാജിബ്, ഈ ഒരു തജ്വീദ് ശാസ്ത്രത്തെ, വിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ അക്ഷരസ്ഫുടതയോടുകൂടെ വേഗതയോടുകൂടെയുള്ള പാരായണ ശാസ്ത്രത്തെ ചുരുക്കിക്കളഞ്ഞ ആളുകളായി കാണുന്നു എന്നത് വല്ലാത്ത സങ്കടമുണ്ട് എന്ന് അദ്ദേഹം വേദനയോടെ വിശദീകരിക്കുന്നു. എന്നിട്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു. അവർ എന്തൊക്കെ ചെയ്യുന്നു? നിന്ദ്യമായ രീതിയിലാണ് കേട്ടോ അവർ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫതറാഹും, നിങ്ങൾക്ക് അവരെ കാണാം, യമുദ്ദൂനൽ മഖ്സൂറ, നീട്ടാതെ ചുരുക്കി ഓതേണ്ട സ്ഥലങ്ങളിൽ അവർ വെറുതെ നീട്ടി പാരായണം ചെയ്യുന്നു. ചുരുക്കി ഓതേണ്ട സ്ഥലങ്ങളിൽ നീട്ടി പാരായണം ചെയ്യുന്നു. വയുഖ്സിറൂനൽ മംദൂദ, ദീർഘമായി പാരായണം ചെയ്യേണ്ടടുത്ത്, നീട്ടി ഉച്ചരിക്കേണ്ടടുത്ത് അവർ ചുരുക്കി ഉച്ചരിക്കുകയും ചെയ്യുന്നു. അവർ കട്ടി കൂട്ടേണ്ടതില്ലാത്ത സ്ഥലങ്ങളിൽ ശ്രദ്ധ നൽകുന്നു, കട്ടിയോടുകൂടെ പാരായണം ചെയ്യുന്നു. ശ്രദ്ധ ഉള്ള സ്ഥലങ്ങളിൽ അവർ ശ്രദ്ധ ഇല്ലാതെ പാരായണം ചെയ്യുന്നു. മണിക്കേണ്ട സന്ദർഭങ്ങളിൽ അവർ മണിക്കാതെ, തരിപ്പിക്കാതെ പാരായണം ചെയ്യുന്നു. മണിക്കേണ്ടതില്ലാത്ത സ്ഥലങ്ങളിൽ അവർ വല്ലാതെ മണിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിനോട് കാണിക്കുന്ന ഭവ്യത, ഭക്തി അവർ കാണിക്കുന്നില്ല എന്ന്. സഹോദരങ്ങളെ, അദ്ദേഹം അവസാനം വിശദീകരിച്ചു, അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അത് ഖുർആനായി പരിഗണിക്കപ്പെടുക പോലും ഇല്ല എന്ന്. ഖുർആനായി പരിഗണിക്കപ്പെടാൻ പോലും പ്രയാസമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വിശദീകരിച്ചത്, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഹിഫ്ളാക്കുന്നതിനേക്കാൾ, ഒന്നുകൂടെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് മനഃപ്പാഠമാക്കുന്നതിനേക്കാൾ ഏറെ ഞാൻ ശ്രദ്ധിക്കുന്നത് ആ ഒരു വചനം അക്ഷരത്തെറ്റില്ലാതെ പാരായണം ചെയ്യുന്നതിനാണ് എന്ന്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉബൈ റളിയല്ലാഹു അൻഹും ഒരുപോലെ വിശദീകരിച്ച മറ്റൊരു പ്രയോഗം, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളുടെയും അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ, അവിടെ നിന്ന് മാത്രം അക്ഷരങ്ങളെ കൊണ്ടുവന്ന് ഭംഗിയായി പാരായണം ചെയ്യാൻ ശ്രമിക്കണം. സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ഈ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ഉബൈ റളിയല്ലാഹു അൻഹുവിനേക്കാളും എന്തിന് ഞാനും നിങ്ങളും വലിയവരാകാൻ ശ്രമിക്കണം? അത് അത്ര പ്രാധാന്യമില്ലെന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല, പറയാൻ സാധ്യമല്ല, പറയാവതല്ല. വിശുദ്ധ ഖുർആനിന്റെ മാധുര്യം അത് അക്ഷരസ്ഫുടതയോടുകൂടെ നിയമാനുസൃതം പാരായണം ചെയ്യുമ്പോൾ തന്നെയാണ്. ഒന്നാമത്തെ ഘടകം അതാണ്. നോക്കൂ, ഓരോ അക്ഷരങ്ങളുടെ ഹാലുകളും തെറ്റിയാൽ, അത് ഹാലുകൾ മാറിപ്പോയാൽ അത് ഖുർആനായി പരിഗണിക്കപ്പെടുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന്. ഫലാ യഖ്ബലു ലിഖുറൂജിഹി അനി ശുഹ്റ വൽ അറബിയ്യ, തെറ്റായി പാരായണം ചെയ്യുന്നത് കൊണ്ട് അത് അറബിയത്തിൽ നിന്ന് മാറിപ്പോകുന്നു എന്നതുകൊണ്ടും അറിയപ്പെട്ടതിൽ നിന്ന് പുറത്തു കടന്നു പോകുന്നു എന്നതുകൊണ്ടും ഫലാ യുഖ്ബലു, അത് ഖുർആനായി സ്വീകരിക്കപ്പെടുന്നതല്ല. രണ്ട് കാരണങ്ങളാണ്. ലിഖുറൂജിഹി അനി ശുഹ്റ, അത് അറിയപ്പെട്ടതിൽ നിന്ന് മാറി. രണ്ട്, അറബിയ, അറബിയത്തിൽ നിന്നും മാറിയിട്ടുണ്ട്, അതുകൊണ്ട് അത് ഖുർആനായി പരിഗണിക്കപ്പെടുകയില്ല. വഖദ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഉബൈ റളിയല്ലാഹു അൻഹു വഹുവ യുഖ്രിഉ റജുലൻ, ഉബൈ റളിയല്ലാഹു അൻഹു ഒരു സഹോദരനെ, ഒരാളെ ഖുർആൻ വായിപ്പിക്കുകയാണ്.
ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, ഓതാൻ വായിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഉബൈ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഉബൈ അല്ലദീ അൻസലഹു, ഉബൈ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഖൗവിം ലിസാനഹു, ഉബയ്യെ താങ്കൾ അദ്ദേഹത്തിന്റെ ഭാഷ ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യണം. ഖൗവിം ലിസാനഹു, അദ്ദേഹത്തിന്റെ ഭാഷയെ, നാവിനെ റെഡിയാക്കണം. സുമ്മ അല്ലിംഹു, എന്നിട്ട് വിശുദ്ധ ഖുർആൻ ഓതാൻ പഠിപ്പിക്കണം. ഫഇന്നക മഅജൂർ, അപ്പോൾ നിനക്കതിന് പ്രതിഫലമുണ്ടാകും. വലല്ലദീ അൻസലഹു ലം യൽഹൻ ഫീഹി, ഗൗരവമുള്ള വർത്തമാനമാണ് സഹോദരി സഹോദരങ്ങളെ പ്രവാചകൻ വിശദീകരിച്ചത്. അല്ലദീ അൻസലഹു ലം യൽഹൻ ഫീഹി, ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ള പടച്ച തമ്പുരാൻ യാതൊരു തെറ്റും വരുത്തിയിട്ടില്ല അതിന്റെ പാരായണത്തിൽ. തുടർന്ന് പറഞ്ഞു, വലല്ലദീ നസല ബിഹി, അതുമായി ഇറങ്ങിയ ജിബ്രീൽ അലൈഹിസ്സലാമും യാതൊരു തെറ്റും വരുത്തിയിട്ടില്ല കേട്ടോ. വലല്ലദീ നുസില അലൈഹി, ആ വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത് ആരിലേക്കാണോ, അഥവാ മുഹമ്മദ് നബിയെ കുറിച്ച് തന്നെ അദ്ദേഹവും യാതൊരു വിധത്തിലും തെറ്റുവരുത്തിയിട്ടില്ല കേട്ടോ. വഇന്നഹു ഖുർആനുൻ അറബിയുൻ, ഇത് ഖുർആൻ, ഇത് അറബിയായ ഖുർആനാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക, നമ്മൾ നമ്മുടെ മലയാള ശബ്ദത്തിലല്ല, അറബി ഓരോ അക്ഷരങ്ങളും അറബിയിൽ തന്നെ മനസ്സിലാക്കാനും പഠിക്കാനും അതിന്റെ ചുവയോടുകൂടെ പാരായണം ചെയ്യാനും സാധിക്കണം എന്നാണ്. അക്ഷരങ്ങളുടെ ഹാലുകൾ മാറിയാലോ ഹറക്കത്തുകൾ മാറിയാലോ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അത് ഖുർആനായി പരിഗണിക്കപ്പെടില്ല എന്ന് പറഞ്ഞല്ലോ. വിശുദ്ധ ഖുർആനിലെ നാം എപ്പോഴും ഓതിക്കേൾക്കുന്ന ഒരു സൂറത്തിലെ വചനമുണ്ട്, സൂറത്തുൽ ഗാശിയയിലെ അവസാന ഭാഗം. ഒട്ടകത്തിലേക്ക് അവർ നോക്കിയില്ലേ, ആകാശത്തിലേക്ക് അവർ നോക്കിയില്ലേ, ഭൂമിയിലേക്ക്, പർവ്വതങ്ങളിലേക്ക് അവർ നോക്കിയില്ലേ. ഈ ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യം ഏതാണ്? നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് ആ വചനം പാരായണം ചെയ്യുമോ? നമുക്ക് നമസ്കരിക്കാൻ പോണം, വേഗം പറയും. കൃത്യമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ധൈര്യമായി എഴുന്നേറ്റ് നിന്ന് പാരായണം ചെയ്തു. വളരെ നന്നായി, വെരി ഗുഡ്. പക്ഷേ പല ആളുകളും പാരായണം ചെയ്യാറുള്ളത് ഞാനൊന്ന് കേൾപ്പിക്കാം. ഖുർആനിലെ വചനമായി പാരായണം ചെയ്യുന്നത്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഇങ്ങനെ ഒരു വചനം വിശുദ്ധ ഖുർആനിൽ കാണിച്ചു തന്നാൽ കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ ഓതിയതുപോലെയുള്ള ഒരു വചനം വിശുദ്ധ ഖുർആനിൽ കാണിച്ചു തരാൻ പറ്റുമോ? ദാ ചിലരെന്നെ തുറച്ചു നോക്കുന്നു, എന്താ ഈ പറയുന്നത്? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് എന്ന ഒരു വചനം ഇല്ല. നേരെ മറിച്ച് അദ്ദേഹം സൂചിപ്പിച്ച് ഓതിയതുപോലെ ശരിയായ പാരായണം അതാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഇബ്ലി അലിഫ് ഹംസ കസ്റ ഇ ബാ കസ്റ ബി ലാം കസ്റ ലി ഇബ്ലി, ബാലും കസ്റാണ്. നമ്മൾ എവിടുന്നോ ദേശീയ ഗാനം കേട്ട് ചെല്ലി അല്ലേ? ദേശീയ ഗാനം എങ്ങനെ നമ്മൾ പഠിച്ചത്? നമ്മൾ 1ാം ക്ലാസ്സിൽ ചേർന്നു, 4ാം ക്ലാസ്സിലെ കുട്ടികൾ LP സ്കൂളിലാണ്, 4ാം ക്ലാസ്സിലെ കുട്ടികൾ ദേശീയ ഗാനം ചെല്ലാൻ വേണ്ടി 4 ആള് പോയി. അങ്ങനെ നമ്മൾ 2ാം ക്ലാസ്സിൽ കയറി. അപ്പൊ അന്ന് 3-ലുണ്ടായിരുന്ന ആൾക്കാർ ഇപ്പം 4-ല് ഒരു ദേശീയ ഗാനം ചെല്ലി. നമ്മൾ 3-ലെത്തി. അന്ന് ഒരു ദിവസം ദേശീയ ഗാനം ചെല്ലുന്ന സാധാരണ ചെല്ലുന്ന കുട്ടികൾ വന്നിട്ടില്ല. ടീച്ചർ ഓടി വന്ന് ചോദിച്ചു, എടാ അന്ന് ദേശീയ ഗാനം ചെല്ലുന്ന ആൾ വന്നില്ല, നിങ്ങൾ ആരെ ദേശീയ ഗാനം ചെല്ലുക? അപ്പൊ ഞാൻ എൻ്റെ കൂടെയുള്ള 2-3 എണ്ണത്തിന്റെ കൈയും പിടിച്ച് 4 ആൾ കൂടി ഇങ്ങനെ വളരെ നാണിച്ചുകൊണ്ട് മൈക്കിന്റെ മുമ്പിൽ ചെന്ന് എന്നിട്ട് നമ്മൾ ദേശീയ ഗാനം ചെല്ലി. എങ്ങനെയാ ചെല്ലിയത്? ഓ ചല ജലജിതരംഗ. ഏതാ ദേശീയ ഗാനം? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര ആൾക്കാർ ദേശീയ ഗാനം അക്ഷരസ്ഫുടതയോടെ തജ്വീദോടെ ചെല്ലും? വലിയ പ്രശ്നം എന്താ? നമുക്ക് അവസാനം ചെല്ലല്ലേ, ഇപ്പൊ ചെല്ലിയാ പോണ്ടി വരും. അതുകൊണ്ട് ഇപ്പൊ ചെല്ലണ്ട. എന്താണ് കൃത്യമായി ദേശീയ ഗാനം? അറബി പുസ്തകത്തിൽ പച്ച അറബിയിലും, മലയാള പുസ്തകത്തിൽ പച്ച മലയാളത്തിലും, ഉറുദു പുസ്തകത്തിൽ പച്ച ഉറുദുവിലും, ഹിന്ദിയിലും കണക്കിലും സയൻസിലും സോഷ്യൽ സ്റ്റഡീസിലും എല്ലാ പുസ്തകത്തിന്റെയും 1-മത്തെയോ 2-മത്തെയോ പേജില് ദേശീയ ഗാനം എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷേ ഒരു കുട്ടിയും അത് നോക്കി വായിച്ച് പഠിച്ചിട്ടില്ല, കേട്ട് പഠിച്ചതാ. അതുകൊണ്ടാ തെറ്റായി ഓതുന്നത്. ശരിയായ പ്രയോഗം എന്താ ആ ഭാഗത്തുനിന്ന് ഞാനൊന്ന് ചൊല്ലി നോക്കാം. ഉച്ഛല ജലധി തരംഗ, ഇതാണ് ശരി. ഉച്ഛല ജലധി തരംഗ ആവട്ടെ, ദേശീയ ഗാനം അവിടെ വെച്ചു നമ്മൾ അതിനെ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു. അങ്ങനെ അതിനെ പാരായണം ചെയ്യണം. പക്ഷേ വിശുദ്ധ ഖുർആനും നമ്മൾ പലപ്പോഴും കേട്ടത് അങ്ങനെ. ഉസ്താദ് ഇങ്ങനെ എവിടുന്നോ മദ്രസയിൽ ഇങ്ങനെ ഫാത്തിഹ പഠിച്ചത്, മദ്രസയിൽ ചൊല്ലിയും തന്നെ ബെല്ലടിച്ച് ഫാത്തിഹ അങ്ങനെ ഓതും, അത് നമ്മളും കേട്ടു. അതുകൊണ്ട് നമ്മളും ചൊല്ലി സിറാത്തല്ലദീന
അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. ഇതാ നമ്മളെ ഒരു ഒത്ത്, നമ്മുടെ എന്ന് പറഞ്ഞാൽ പല ആളുകളുടെയും, ഞാൻ ഒരു മാസമായിട്ടാണ് പറയുന്നത്, പല ആളുടെയും പാരായണം അങ്ങനെയാണ്. അവിടെ നിന്ന് മാറാൻ കഴിയണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നസ്ർ എങ്ങനെ പാരായണം ചെയ്യാം? ആരെങ്കിലും ഒരാൾ ഉറക്കെ പാരായണം ചെയ്യോ? ഇപ്പൊ ഓതിയ ആൾ ഓതണ്ട, വേറൊരാള് എങ്ങനെയാ സൂറത്തു നസ്ർ ഓതുക? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്. ഞാനിപ്പോ ശരിയാണോ തെറ്റാണോ എന്ന് വെച്ചാൽ ഞങ്ങൾ തെറ്റെന്ന് അറിയാം. കാരണം എന്തോ ഒരു തെറ്റും അറിയാനാണല്ലേ അല്ലേ? അവിടെ വലിയൊരു തെറ്റുണ്ട്. എന്താ തെറ്റ്? ഫാത്തിഹ തന്നെ തെറ്റ്. എങ്ങനെയാ ഓതേണ്ടത്? താഇന് എന്താ ഹാല്? താഇന് സുക്കൂനാണ്. പക്ഷേ 99 മുട്ടുംകാല ആളുകൾ ഓതുന്നത് എന്താണെന്നറിയോ? ഫതഹ് എന്നാണ്. തെറ്റാണ്. ഫതഹ അല്ല, ഫാത്ത് എന്നാണ്. താഇന് സുക്കൂനാണ്. ഇനിയുണ്ട് ഒരുപാട് ഭാഗങ്ങൾ. ഇൻഷാ അല്ലാഹ് ഞാൻ നമ്മുടെ നമസ്കാരത്തിന് ഇപ്പൊ പിരിയാം അല്ലെ? നമസ്കാരത്തിന് പിരിയല്ലേ? സമയമായിട്ടുണ്ട്. ഒരുപാട് ഭാഗങ്ങൾ എങ്ങനെ തജ്വീദ് പഠിക്കാം, ഇൻഷാ അല്ലാഹ് എങ്ങനെ തജ്വീദ് പഠിക്കണം എന്ന ബാലപാഠമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട മുഖവുരകളാണ് ഞാൻ ഇതുവരെ പറഞ്ഞ ഗൗരവപ്പെട്ട ചില വിഷയങ്ങൾ. ഇൻഷാ അല്ലാഹ് നമസ്കാര ശേഷം നമുക്ക് എത്ര മിനിറ്റ്? 15 മിനിറ്റ് കൊണ്ട് തിരിച്ചെത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമസ്കാരം കഴിഞ്ഞ് വേഗം തിരിച്ചു വരിക. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.